എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇപ്പോഴത്തെ ഈ പ്രഖ്യാപനങ്ങൾക്ക് തുടർച്ചയായി പുതിയ KPCC അധ്യക്ഷൻ്റെ പ്രഖ്യാപനം അടക്കം ഉണ്ടാകുമെന്നും കൂടിയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് മന്ത്രിമാരുടെ പ്രഖ്യാപനത്തിനൊപ്പം അതുകൂടി ഉണ്ടാകും. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചതാണ് ഈ പുതിയ KPCC അധ്യക്ഷൻ്റെ പ്രഖ്യാപനം. സണ്ണി ജോസഫ് മന്ത്രിസഭയിലെത്തിയാൽ പകരം ആര് വരുമെന്ന ചോദ്യം, സാധ്യതകൾ എങ്ങനെയാണ്? മുതിർന്ന നേതാവെന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ KPCCയുടെ നിലവിലെ അധ്യക്ഷനായ സണ്ണി ജോസഫിന് ഈ മന്ത്രിസഭയിൽ UDF മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് പകരം അധ്യക്ഷ സ്ഥാനത്തേക്ക് ആരെ പരിഗണിക്കണം എന്ന ചർച്ചകൾ കൂടി കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. സാമുദായിക സമവാക്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടായിരുന്നു K. സുധാകരന്റെ പകരക്കാരനായി സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് നിയോഗിച്ചത്. പക്ഷേ പിന്നീട് ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. നിലവിൽ സണ്ണി ജോസഫിനെ മാറ്റിയാൽ പകരം ഒരു ക്രൈസ്തവ മുഖം ആ പദവിയിലേക്ക് എത്തുമോ, അതോ ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരാൾ, അതോ ഈഴവ സമുദായത്തിൽ നിന്ന് ഒരാൾ, അങ്ങനെ പല പേരുകൾ ചർച്ചകളിൽ നിറയുന്നുണ്ട്. പിന്നാക്ക സമുദായത്തിൽ നിന്ന് വേണമെന്ന അഭിപ്രായം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ നേതാക്കളും പ്രതീക്ഷയിലാണ്. അവിടെയാണ് ബെന്നി ബെഹനാനും ആന്റോ ആന്റണി, അതോടൊപ്പം കൊടിക്കുന്നിൽ സുരേഷ്, ഈ 3 പേരുകളാണ് പ്രധാനമായി ചർച്ചകളിൽ നിറയുന്നത്. അതേസമയം ഷാഫി പറമ്പിലിനെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗവും രംഗത്തുണ്ട്. ഇതിൽ വിശദമായ ചർച്ചകൾക്ക് ശേഷമേ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അതോടൊപ്പം ഈ ജയിച്ചു വന്ന MLA-മാരായ DCC ഭാരവാഹികളുണ്ട്, DCC അധ്യക്ഷന്മാരടക്കമുള്ളവരുമുണ്ട്. അവരെയും മാറ്റുന്ന തരത്തിലേക്കായിരിക്കും ചർച്ച. അതായത് മന്ത്രിമാരാകുന്ന KPCC ഭാരവാഹികളെ അടക്കം മാറ്റി ഒരു ഇരട്ട പദവി വേണ്ട എന്നൊരു നിലയിലേക്ക് തീരുമാനം എത്താനാണ് സാധ്യത. കാരണം സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാതെ പോയ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അവരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. പാർട്ടി അധികാരത്തിലെത്തിയാൽ കൃത്യമായ പരിഗണന നൽകുമെന്ന ഉറപ്പ് നേരത്തെ തന്നെ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ മറ്റ് ദേശീയ നേതാക്കളും അസംതൃപ്തരായ നേതാക്കൾക്ക് നൽകിയതാണ്. അതുകൊണ്ട് അവരെയെല്ലാം പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഒറ്റ പദവി എന്ന ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം എത്തുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ച മന്ത്രിമാരെ കൂടി തെരഞ്ഞെടുത്തതിന് ശേഷം, കോൺഗ്രസ് മന്ത്രിമാരെ കൂടി തെരഞ്ഞെടുത്തതിന് ശേഷം KPCC അധ്യക്ഷ പദവിയിലേക്കുള്ള പ്രഖ്യാപനവും ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതാണ് സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.